വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. സെമി ടെസർ ഫാബ്രിക്കിൽ ഇതുപോലെ ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം. പിങ്ക്, ഗ്രേ, വൈറ്റും കൂടി ചേർന്ന് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരി. പല്ലു വന്നേക്കുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ പല്ലു, നല്ല സോഫ്റ്റ് ഫിനിഷിൽ വേണ്ടിയുള്ള സെമി ടെസർ ഫാബ്രിക്കാണ്. 1350 ആണ് റേറ്റ്. ശരിക്കും വീവിങ് പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. ക്യൂട്ടായിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഗ്രേ ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതുപോലാണ് സാരിയുടെ ഔട്ട്ലുക്ക് വരും. നല്ല ബ്യൂട്ടിഫുൾ സാരി. നെക്സ്റ്റ് കോമ്പിനേഷൻ കണ്ടോ, ഗ്രീനും യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷൻ, വൈറ്റും കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇതുപോലെ പല്ലു 1350 റേറ്റ്. ബ്ലൗസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് 1 പ്ലീറ്റ് ഇടേ പ്ലീറ്റ് ഒക്കെ ചെയ്യാം, 1 ലെയർ ഇടേ പ്ലീറ്റ് ഒക്കെ ചെയ്യാം. നല്ല ഭംഗിയുള്ള സാരി ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കോമ്പിനേഷൻ കണ്ടോ, പിങ്കും യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷൻ, നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗ് പറയേണ്ട ആവശ്യമില്ല, അത്രയും ഭംഗിയാണ് ഈ സാരി കാണാനായിട്ട്. നല്ല രസമുള്ള പല്ലു, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ അതിന്. ബ്ലൗസ് വന്നേക്കുന്നത് യെല്ലോ കളറാണ്. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഡ്രേപ്പ് ചെയ്താൽ നല്ല രസമായിരിക്കും. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കോമ്പിനേഷൻ കണ്ടോ, ഇതുപോലെ ഗ്രേയും വൈറ്റും നല്ല ഭംഗിയുണ്ട്. ഓഫ് വൈറ്റും ഒക്കെ ചേർന്ന് വന്നിട്ടുള്ള കോമ്പിനേഷൻ. പീച്ചിഷ് പിങ്ക് ആണ് പല്ലു വന്നേക്കുന്നത്. ബ്ലൗസ് ഇതുപോലെ 1350 ആണ് റേറ്റ് വരിക. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂവും ഗ്രീനും ഓഫ് വൈറ്റും കൂടെ ചേർന്ന് വന്നിട്ടുള്ള നല്ല രസമുള്ള സാരി. സ്ട്രൈപ്സ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ബ്ലൗസ് ഇതുപോലെ വന്നിട്ടുണ്ട്. പല്ലു ആൻഡ് ബ്ലൗസ് സെയിം ആണ് വരും. 1350. നല്ല നല്ല കോമ്പിനേഷൻ, ബ്രൈറ്റ് കോമ്പിനേഷൻസ്, നല്ല എലഗൻ്റ് ആയിട്ടുള്ള സാരീസ് ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു കുഞ്ഞ് സ്ട്രൈപ്സ് വന്നിട്ടുള്ള പാറ്റേൺ. ഗ്രീനും ഇതുപോലൊരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ്. 1295 ആണ് റേറ്റ് വരുന്നത്. ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ ഒരു കോമ്പിനേഷനിലാണ്. നല്ല രസമുള്ള സാരി. പ്ലീറ്റ് ചെയ്താലും 1 ലെയർ ഇട്ടാലും ഒക്കെ ഈ സ്ട്രൈപ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഭംഗിയാണ് ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ. പല്ലു ഇതുപോലെ വന്നിട്ടുണ്ട്. ബ്ലൗസ് സെയിം അതുപോലെ ആ ഒരു പല്ലുവിൻ്റെ കളറിലുള്ള ബ്ലൗസ് അവർ. 1295 ആണ് റേറ്റ്. കുഞ്ഞ് ചെറിയൊരു സ്ട്രൈപ്സ് ഇതിൽ പോയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ ഗ്രേ ആണ്. ഗ്രേയിൽ ഇതുപോലെ ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സാരി. 1295 ആണ് റേറ്റ്. ചെറിയ സ്ട്രൈപ്സ് പോലെ പോയിട്ടുണ്ട് സാരി ഓൾ ഓവർ. ഔട്ട്ലുക്ക് വരുന്നത് എങ്ങനെയാണ്, ബ്ലൗസ് വന്നിരിക്കുന്നത് സെയിം പല്ലുവിൻ്റെ പോലെ തന്നെ. പല്ലുവിൽ ചെറിയൊരു സറ്റിൽ സീക്വൻസ് വർക്കും കൂടി വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ സാരി. ഔട്ട്ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. പിങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പല്ലു. ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു യെല്ലോയിഷ് കളർ, ലൈറ്റ് യെല്ലോയിഷ് കളർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. 1295 ആണ് റേഞ്ച് വരുന്നത്. ഫുൾ സ്ട്രൈപ്സ് പാറ്റേൺ ആണ്. നല്ല ഭംഗിയായിരിക്കും പ്ലേറ്റ് ചെയ്താലും 1 ലെയർ ഇട്ടാലും ഒക്കെ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. അതിൽ പല്ലു ഇതുപോലെ ലൈറ്റ് യെല്ലോയിഷ് കളർ പല്ലു ആൻഡ് ബ്ലൗസ് സെയിം അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോയിഷ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം. നല്ല ഭംഗിയുള്ള പാറ്റേൺ. സ്ട്രൈപ്സ് ആണ് ഫുള്ള് വന്നിരിക്കുന്നത്. 1295 ആണ് റേറ്റ് വരിക. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. ഭയങ്കര ക്ലാസി എലഗൻ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. പല്ലു വന്നിരിക്കുന്നത് സെയിം തന്നെ. ബ്ലൗസ് അതുപോലെ തന്നെ നല്ല ഭംഗിയായി കൊടുത്തു കഴിയുമ്പോൾ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത്. 1295 ആണ് റേറ്റ്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് ദ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.